ഇന്ത്യ വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് എടുത്തു ചാടി ഒരു സ്ഥലത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നിർത്താവുന്നതല്ല പാക് ഭീകരത എന്നുള്ളത്. അതായത് പാകിസ്ഥാന്റെ ടെററിസ്റ്റുകളെ അത്തരത്തിൽ മയക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ചെയ്യുന്ന ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിലേക്ക് നമുക്ക് കാണാവുന്നതാണ് കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ടെററിസ്റ്റ് സിംപത്തൈസേഴ്സ് ഉണ്ട് ഒട്ടനവധി, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ കിടക്കുന്നുണ്ട്. അവരെ അരിച്ചു പിറക്കി അവരെ ന്യൂട്രലൈസ് ചെയ്യാന്നുള്ളൊരു പദ്ധതിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു പ്രൈമറി പ്രയോറിറ്റി ആയി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കുറെ വീടുകളെല്ലാം തകർക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ചെയ്യാനുള്ളൊരു കാരണം കൂടെ. ഒരു പ്രധാനമായിട്ടും ഈ കാശ്മീരിനകത്ത് ഇത്രയും എനിക്ക് തോന്നുന്നു സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഇന്ത്യ അനുകൂലമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിൽക്കുന്നത്. കാരണം ശ്രീനഗറിലൊക്കെ ഇന്ത്യൻ ത്രിവർണ്ണ പതാക വഹിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടന്നത് എന്റെ ഓർമ്മയിലൊന്നുമില്ല. അപ്പൊ ഇങ്ങനൊരു കൺഡ്യൂസീവ് എൻവയോൺമെന്റിൽ അതിനകത്തുള്ള ചില തീവ്രവാദ എലമെന്റുകളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു നടപടിയായി നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഈ ഭീകരരെ തുരത്തുക എന്നുള്ളത്. അതിനുള്ള ചില ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിർത്തിയിലേക്ക് ആർമി അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സസിന്റെ മൂവ്മെന്റ് വളരെ ശക്തമാണ്. ഇത് മാത്രമല്ല, നാളെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി മീറ്റിംഗ് നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ. പല തീരുമാനങ്ങളും അതിനെ തുടർന്ന് ഉണ്ടാവുകയും ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് നടക്കുന്നതെങ്കിൽ വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതിന് ഇന്റർനാഷണൽ സപ്പോർട്ടിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി വെസ്റ്റേൺ കൺട്രികളും അതേപോലെ അമേരിക്കയെല്ലാം ഇന്ത്യയെ ഓപ്പൺലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോ പാകിസ്ഥാനിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു സപ്പോർട്ട് എന്നത് ചൈനയുടെ സപ്പോർട്ടാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്റർനാഷണൽ സപ്പോർട്ട് എന്നുള്ള ഒരു മോറൽ സപ്പോർട്ടിന്റെ അപ്പുറത്തേക്കൊന്നും കടക്കാൻ സാധ്യതയില്ല ഒരു യുദ്ധ സാഹചര്യത്തിലും. അതുകൊണ്ട് തന്നെ യുദ്ധം അല്ലെങ്കിൽ അക്രമം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളായിട്ട് ചെയ്യേണ്ടതാണ്. അതിന്റെ കോൺസിക്വൻസ് നമ്മളായിട്ട് അതിനെ അനുഭവിക്കേണ്ടതാണ്. അതിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് ലോകം പെരുമാറുന്നത്. അതുകൊണ്ട് ഒരു മോറൽ സപ്പോർട്ട് എന്ന നിലയ്ക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയൊക്കെ സപ്പോർട്ട് ഓൾറെഡി ഇന്ത്യ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിനെ തുടർന്ന് ഇപ്പോൾ ഈ സിന്ധു നദീജല ഉടമ്പടിയും ഇന്ത്യയും ഷിംലയും കരാറിനെ പാകിസ്ഥാനും ഏകപക്ഷീയമായി റദ്ദാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാകുന്നത് പാകിസ്ഥാന് തന്നെയായിരിക്കും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ഒരു നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതിർത്തി കടന്നുള്ള ഒരു ആക്രമണത്തിന് ഇന്ത്യ തയ്യാറാകുമോ? കാരണം പാകിന്റെ പ്രകോപനം ഇപ്പോഴും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പ്രതിരോധ മന്ത്രി തന്നെ യുദ്ധം ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുകയുമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അതിർത്തി കടന്നുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത്തരത്തിൽ ഡിഫൻസിന്റെ എങ്ങനെ പെരുമാറും എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റബിളും അല്ല. അങ്ങനെ പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ അത് ഒരു ഡിഫൻസിന്റെ പരാജയമായിട്ടാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ ഇപ്പോൾ നമുക്ക് സമ്മർദ്ദത്തിലാക്കാൻ ഈ ഡിഫൻസ് അല്ലെങ്കിൽ നേരിട്ടുള്ള അക്രമത്തെക്കാൾ കൂടുതൽ ഒട്ടനവധി ടൂൾസുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇപ്പൊ തന്നെ അത് ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിച്ചാലാണ് കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സിന്ധു നദി ജല കരാർ സസ്പെൻഡ് ചെയ്ത് അതൊരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ട്രൈക്ക് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദികൾ ഒതുക്കണമെങ്കിൽ ഒരു സ്ട്രൈക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അറ്റാക്ക് കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 3-4 കൊല്ലത്തെ ഒരു പ്രഷർ ടാക്ടിക്സ് ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിന്റെ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്ത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ്. ഇത് മാത്രവുമല്ല, പാകിസ്ഥാനകത്ത് തന്നെയുള്ള ഒരുപാട് വീക്ക് പോയിന്റ്സ് ഉണ്ട്. പാകിസ്ഥാനകത്ത് ബലൂചിസ്ഥാൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള പോയിന്റാണ്. അത് ഖൈബർ പഷ്തൂൺഖ്വ, അതേപോലെ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ. ഇപ്പം പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തല്ല, അഫ്ഗാനിസ്ഥാനകത്ത് ആന്റി പാകിസ്ഥാൻ ആയിട്ടുള്ള ഒട്ടനവധി ഫോഴ്സസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലായിട്ടുള്ളും ഫോർവേർഡായിട്ടുള്ളും പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ പറയാറില്ല. ഒളിഞ്ഞ് ചെയ്യാവുന്ന ഒട്ടനവധി സാധ്യതകൾ പാകിസ്ഥാനകത്ത് തന്നെ, അതിന്റെ വൾണറബിലിറ്റീസ് പാകിസ്ഥാനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ നേരിട്ടൊരു അറ്റാക്ക് എന്നുള്ളത് എൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. അപ്പൊ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം സ്ട്രാറ്റജൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു നേരിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത.
ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു നദീജലവും മറ്റ് കരാറുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യോമപാത അതും വലിയ നിർണായകമായ ഒരു ഘടകം തന്നെയല്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാന് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നതും. ഈ പുൽവാമ അതൊക്കെ അതിനുശേഷമൊക്കെ വീണ്ടും തിരിച്ചുവരവായിരുന്നു. വീണ്ടും പാകിസ്ഥാനിലെ വ്യോമപാത ഇന്ത്യക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം, ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി മറയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതെ 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 ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്രത്തിന് ഇടയ്ക്ക് ഇത്തരത്തിലുള്ള വ്യോമപാത അടയ്ക്കൽ, അതേപോലെ അട്ടാരി ബോർഡർ അടയ്ക്കൽ, അല്ലെങ്കിൽ എംബസീസ് നിന്ന് ആളുകളെ പിൻവലിക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സമയത്തുണ്ടായിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത ഏറ്റവും വലിയൊരു വ്യത്യാസം എന്നുള്ളത് ഈ സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങൾക്കും ഇപ്പൊ വ്യോമ ഗതാഗത പാത അടയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. യൂറോപ്പിലേക്കുള്ള യാത്രയ്ക്ക് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ഫ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് യുദ്ധത്തെ തടഞ്ഞു നിർത്തുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ സ്ട്രാറ്റജിക്കലും വളരെ ശക്തവുമായിട്ടുള്ള പ്രതികരണം ഈ സമയത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം കാശ്മീരി ജനത ഇന്ത്യക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇന്ത്യൻ ഗവൺമെന്റിന്റെ മേലെ ഇന്ത്യയിലകത്തു നിന്നുള്ള സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ഒരു വലിയ സിഗ്നൽ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മേലെ നിലനിൽക്കുന്നുണ്ട് ഇപ്പം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.